നമസ്കാരം. ഇത്തവണ നമ്മൾ പോകുന്നത് കോട്സ്വോൾസ് എന്ന സ്ഥലത്തേക്കാണ്. GoCotswolds എന്ന ടൂർ ഏജൻസിയുടെ മിനി ബസ്സിലാണ് നമ്മൾ പോകുന്നത്. താമസിക്കുന്നിടത്തു നിന്ന് കോട്സ്വോൾസിലേക്ക് പോയി വരാൻ കുറേ മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഓക്സ്ഫോർഡിൽ വന്ന് അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ ഓക്സ്ഫോർഡിൽ നിന്ന് മോർട്ടൺ ഇൻ മാർഷ് എന്ന ട്രെയിൻ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നാണ് കോട്സ്വോൾസിലേക്ക് പുറപ്പെട്ടത്. ഈ ട്രൗസർ ഇട്ട് നിൽക്കുന്ന ചേട്ടനാണ് ഞങ്ങളുടെ ടൂർ ഗൈഡും ഡ്രൈവറും എല്ലാം. കോളിൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. മിക്കവാറും ബ്രിട്ടീഷുകാരുടെയൊക്കെ തൊലിയൊക്കെ നന്നായിട്ട് ചുളിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇയാളുടെ പ്രായം നമുക്കൊരു ഐഡിയ ഇല്ല. 40-നും 80-നും ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും എന്നേ പറയാൻ പറ്റൂ. ആദ്യം നമ്മൾ പോയത് ഡോവേഴ്സ് ഹിൽ എന്ന സ്ഥലത്തേക്കാണ്. ആ ദൂരെ കാണുന്നതൊക്കെ ചെമ്മരിയാടുകളാണ്. ഇവിടെ ഒരു 400 വർഷം മുമ്പ് മുതൽ എല്ലാ വർഷവും ഒളിമ്പിക് ഗെയിംസ് നടന്നുകൊണ്ടിരുന്നു. സാധാരണ ഓട്ടവും ചാട്ടവും നല്ലായിരുന്നു. കാലുകൊണ്ട് കാലിലടിക്കുക, ഡാൻസിങ്, വടംവലി, ഇങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഇവിടെ നടത്തിയിരുന്ന ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ ചെണ്ടയും മദ്ദളൊക്കെ പോലിരിക്കുന്ന സാധനമുണ്ട്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇത് നാഷണൽ ട്രസ്റ്റ് വഴി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിനി കാണാൻ പോകുന്ന ചില ബിൽഡിങ്സൊക്കെ നാഷണൽ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളും ദേശീയ ഉദ്യാനങ്ങളൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ച് സംരക്ഷിക്കാറുണ്ട്. അതുപോലെ സംഭവമാണ് നാഷണൽ ട്രസ്റ്റ്. പിന്നെ നമ്മൾ പോയത് ചിപ്പിംഗ് കാംഡൻ എന്ന സ്ഥലത്തേക്കാണ്. ഈ മുമ്പിൽ നടക്കുന്ന ഗ്രൂപ്പ് മലയാളികളാണ്. ഇതൊരു മാർക്കറ്റ് ഹാളാണ്. ഇത് ഉണ്ടാക്കിയത് 400 വർഷം മുമ്പാണ്. ചീസ്, ബട്ടർ, കോഴി മുതലായവ വിൽക്കാനാണ് ഈ മാർക്കറ്റ് ഹാൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കോട്സ്വോൾസിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതുപോലത്തെ കുറേ ലൈം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്സ് എല്ലായിടത്തും കാണാൻ പറ്റും.
ബ്രിജിറ്റ് ജോൺസ് ഡയറി എന്നൊരു ഇംഗ്ലീഷ് പടമുണ്ട്. 2000-ലാണ് ആ പടം ഇറങ്ങിയത്. അത് ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്താണ്. ഈ കാണുന്ന വീട് ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നു. കോട്സ്വാൾസിൽ പോകുമ്പോൾ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് സ്നോസ് ഹിൽ. എവിടെയെങ്കിലും സ്നോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ ആദ്യം കാണും എന്നാണ് പറയുന്നത്. അതങ്ങനെയാണ് ഈ സ്നോസ് ഹിൽ എന്ന പേര് വന്നത്. സ്റ്റോ ഓൺ ദ വേൾഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ലഞ്ച് കഴിക്കാനൊക്കെ ആയിട്ട് 1 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. കോട്സ്വാൾസിലെ ഏറ്റവും ഉയരത്തിലുള്ള ടൗണാണിത്. ഇവിടെ കുറേ ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹോളി പ്ലേസ് ഓൺ ദ ഹിൽ എന്നാണ് സ്റ്റോ ഓൺ ദ വേൾഡിൻ്റെ മീനിങ്. ഇതുപോലെ കോട്സ്വേൾസ് എന്ന സ്ഥലപ്പേര് വന്നതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ടിവിടെ 12-ാം നൂറ്റാണ്ടിൽ കോഡ് എന്ന പേരുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറേ ലാൻഡൊക്കെ ഉണ്ടായിരുന്നു. ഹൈലാൻഡിന് പറയുന്ന പേര് വേൾഡ് എന്നാണ്. അങ്ങനെ അന്ന് തൊട്ട് ഈ സ്ഥലം കോട്സ്വേൾഡ് എന്നറിയപ്പെട്ടു. ഇവിടെ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് പ്ലാനിംഗ് ലോ മൂലം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ബൈബറി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമമായിട്ട് അറിയപ്പെടുന്നു. കോട്സ്വോൾസ് ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും ഇവിടെ കുറേ സെലിബ്രിറ്റീസ് താമസിക്കുന്നുണ്ട്. പ്രൈവസി കിട്ടാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ താരം ഡേവിഡ് ബെക്കാം, പിന്നെ ടൈറ്റാനിക്കിലെ നായിക കേറ്റ് വിൻസ്ലെറ്റ്, ഹാരി പോട്ടർ ബുക്ക് ചെയ്ത JK റോളിംഗ് മുതലായ കുറേ ഫേമസ് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കോട്സ്വാൾസ് ഒരു ഗ്രാമപ്രദേശം കൂടിയല്ലേ, അപ്പോൾ ഇവിടെ ഒന്ന് താമസിക്കാമെന്നൊന്നും കരുതണ്ട. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കോട്സ്വാൾസിലെ ആവറേജ് ഹൗസ് പ്രൈസ് UK ആവറേജ് ഹൗസ് പ്രൈസിൻ്റെ ഇരട്ടിയാണ്. കോട്സ്വാൾസിൽ വന്നവരൊന്നും ഈ സ്ഥലത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാതെ പോയിട്ടുണ്ടാവില്ല.
കൃഷിയും കന്നുകാലികളും പാലുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ജോലികൾ. അടുത്തായി നമ്മൾ എത്തിയിരിക്കുന്നത് ബോർട്ടൺ ഓൺ ദ വാട്ടർ എന്ന സ്ഥലത്താണ്. ഇതൊരു റിവർ സൈഡ് വില്ലേജാണ്. വിൻഡർഷ് എന്നാണ് റിവറിൻ്റെ പേര്. ഈ റിവറിൻ്റെ ആവറേജ് ഡെപ്ത് വെറും 10 ഇഞ്ചാണ്. ബോട്ടൺ ഓൺ ദ വാട്ടർ വെനീസ് ഓഫ് ദ കോട്സ്വോൾസ് എന്നറിയപ്പെടുന്നുണ്ട്. Suppression. The use of marijuana.